ഇസ്രായേലും ഹമാസും വെടിനിർത്തൽ കരാർ അംഗീകരിച്ചു. അങ്ങനെ വെടിനിർത്തൽ പ്രഖ്യാപിച്ചു. ഇപ്പൊ എല്ലാവരും പലസ്തീനിലായിക്കോട്ടെ അവരെല്ലാവരും ഭയങ്കര സന്തോഷത്തിലാണ്. അഭയാർത്ഥികളായി പോയവരെല്ലാം തിരിച്ചു വരികയെല്ലാം ചെയ്തു, ഗസയിലേക്ക് തിരിച്ചു വരികയെല്ലാം ചെയ്തു. പറഞ്ഞതുപോലെ തന്നെ അൽഖസാം ബ്രിഗേഡ് അവർ തട്ടിക്കൊണ്ടുപോയാല് 2 പേരെ വിട്ടയക്കുകയും ചെയ്തു. ഇതിൽ പറയേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ കാണുമ്പോൾ ചില ചാനലുകളൊക്കെ കുത്തിയിരുന്ന് പറയുന്നത് ഇസ്രായേലിനെ ഇപ്പോഴും ന്യായീകരിച്ചാണ് സംസാരിക്കുന്നത്. തോൽവി എന്നത് അംഗീകരിക്കാൻ കഴിയാത്തവർ, അത് ഇസ്രായേൽ അംഗീകരിച്ചാൽ ഇവിടുള്ള ചില മാധ്യമങ്ങൾ അത് അംഗീകരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്താണെന്ന് വെച്ചാൽ അവർക്ക് എങ്ങനെയെങ്കിലും ഒരു വിഭാഗം, ആ ഒരു വിഭാഗത്തിന് അവർക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ആ വിഭാഗത്തിന്റെ പേര് കേട്ടാൽ അങ്ങനെയുള്ള രാജ്യങ്ങളുടെ ഒക്കെ പേര് കേട്ട് കഴിഞ്ഞാൽ അവരെ എങ്ങനെ നശിപ്പിക്കണം എന്ന് വിചാരിക്കുന്നവരാ. ഇതിനെ വിലയിരുത്തുന്നവർക്കും ഇതിനെ സത്യസന്ധമായി വിലയിരുത്തുന്നവർക്കും ഈ യുദ്ധം തുടങ്ങിയത് മുതൽ ഇന്ന് വരെയുള്ള കാര്യങ്ങൾ സത്യസന്ധമായി വിലയിരുത്തുന്നവർക്കും അതിന്റെ ഫാക്ട് ചിന്തിക്കുന്നവർക്കും മനസ്സിലാവും ഇവിടെ ആരാണ് വിജയിച്ചത് എന്നുള്ളത്. ഇവിടെ വിജയിച്ചത് നമുക്ക് കണ്ണുമടച്ച് പറയാൻ പറ്റും, ഹമാസ് ആണ് എന്നുള്ളത്. വേറെ കൊണ്ട് 24 പോട്ടെ 48 മണിക്കൂറിനുള്ളിൽ ഇപ്പോൾ എല്ലാത്തിനെയും ഫിനിഷ് ചെയ്യും എന്ന് പറഞ്ഞു തുടങ്ങിയ യുദ്ധമാണ് ഈ ഗസയിലേക്ക് നെതന്യാഹുവിന്റെ നേതൃത്വത്തിൽ എന്ന് തന്നെ പറയാം. നെതന്യാഹു ഇപ്പൊ 48 മണിക്കൂറുകളിൽ എല്ലാം തകർത്ത് കളയും എന്ന് പറഞ്ഞാണ് യുദ്ധം തുടങ്ങിയത്. 48 അല്ല 470 ദിവസമായി യുദ്ധം നീണ്ടു നിന്നു എന്നുള്ളതാണ്. എന്നിട്ടോ എന്തെങ്കിലും സാധിക്കാൻ കഴിഞ്ഞോ? പറയാം, ഹമാസിന്റെ കുറെ നേതാക്കളെ വധിച്ചു എന്ന് പറയാം. അങ്ങനെ വധിച്ചെങ്കിൽ തന്നെ അവർക്ക് ഉടനെ തന്നെ അടുത്ത നേതാക്കന്മാരുണ്ടാകുന്നു. അവർ ഒരാളെ കൊല്ലുമ്പോൾ 10 പേര് പിന്നെയും ഇസ്രായേലിനെതിരെ യുദ്ധം ചെയ്യാൻ, ഇസ്രായേൽ മിലിറ്ററിക്കെതിരെ യുദ്ധം ചെയ്യാൻ റെഡിയായിട്ട് ഇനി വരികയാണ്. ഇന്നലെ ഒരു വീഡിയോ കണ്ടപ്പോൾ എല്ലാവരും കണ്ടു കാണാം. ആ വീഡിയോയിൽ ഒരുപാട് അൽഖസാം ബ്രിഗേഡിലെ ഒരുപാട് പേർ വണ്ടിയിൽ തുറന്ന വാഹനത്തിൽ തോക്കൊക്കെ പിടിച്ച അവിടുത്തെ അൽഖസാം ബ്രിഗേഡിലെ അംഗങ്ങളെല്ലാം വരുന്നത് കാണാൻ കഴിയായി. ഇവരൊക്കെ എവിടെ പോയി ഒളിച്ചിരുന്നു എന്നായിരിക്കും ഇപ്പൊ ഇസ്രായേൽ ചിന്തിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ അവര് തന്നെ, അവിടെ ഉള്ളവര് തന്നെ, നമ്മൾ കാണുമ്പോൾ തന്നെ നമുക്ക് ഇതൊക്കെ ഇത്രയും പേരോ, അപ്പോൾ എത്രമാത്രം ആൾക്കാർ അൽഖസാം ബ്രിഗേഡിൽ ഉണ്ട് എന്ന് ആലോചിച്ചോണം. വേറെ കൊണ്ടല്ല, ഇവിടെ മരിച്ചു വീഴുന്ന ഇസ്രായേൽ തന്നെയാണ് ഇതിന് കാരണം. ഇസ്രായേൽ അവിടെ പാവപ്പെട്ട അവിടുത്തെ ജനങ്ങളെയാണ് ഇസ്രായേൽ ഉപദ്രവിക്കുന്നത്. അല്ലാതെ അൽഖസാം ബ്രിഗേഡിലുള്ളവരെയോ ഹമാസിനെയോ ഒന്നും അല്ല ഇവർ ഈ തുടച്ചു നിൽക്കാൻ നോക്കുന്നത്. അവിടെ ഹോസ്പിറ്റലിന് ബോംബിടുക, അല്ലാതെ പാവം പിടിച്ചവരുടെ ദേഹത്തോട്ട് കൊണ്ട് ബോംബിടുക, ഇതൊക്കെയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്താവും? അവിടെ മരിച്ചു വീഴുന്നത് ഒരാളുടെ അച്ഛനോ അമ്മയോ അല്ലെങ്കിൽ മകനോ അല്ലെങ്കിൽ ആരെങ്കിലും ആയിക്കോട്ടെ, സംബന്ധിക്കുന്ന ആരിലും ആയിരിക്കും. അവർ ഓട്ടോമാറ്റിക്കായിട്ട് അവരെന്താവും? ഹമാസിലേക്ക് ചേർന്ന് അങ്ങനെയാണ് ഇവരുടെ പവർ കൂടുന്നത്. അതുപോലും മനസ്സിലാക്കാൻ കഴിയാതെ അവിടുത്തെ ജനങ്ങളെ, കൊച്ചു കുട്ടികളെ വരെ വധിക്കണം എന്ന് നടക്കുന്ന ഒരു രക്തദാഹി എന്ന് തന്നെ പറയാം. ആ രക്തദാഹികളുടെ കൂട്ടത്തിലാണ് നെതന്യാഹു. അങ്ങനെയാണ് നെതന്യാഹു ഒന്നിനും വഴിവെക്കാതെ ഞങ്ങളെല്ലാം തകർത്ത് കളയുമെന്ന് പറഞ്ഞു പോയത്. ഒന്നും തകർക്കാൻ കഴിഞ്ഞു. കുറച്ച് വീടുകളും അവർക്ക് കുറച്ച് അവരുടെ ബിൽഡിങ്ങുകളും, കുറെ പേരെ, കൊച്ചു കുഞ്ഞുങ്ങളെ മുതൽ അമ്മമാരെ, പെങ്ങന്മാരെ, അതുപോലെ തന്നെ വയസ്സായ കുറെ ആൾക്കാർ, കുറെ ചെറുപ്പക്കാർ, അങ്ങനെയുള്ളവരെ ഇതിലൊന്നും പെടാത്ത, ഹമാസിലോ അൽഖസാം ബ്രിഗേഡിലോ പെടാത്ത കുറെ പേരെ അവർക്ക് വധിക്കാൻ കഴിഞ്ഞു എന്നുള്ളതല്ലാതെ ഈ യുദ്ധം കൊണ്ട് നെതന്യാഹു എന്ത് നേടിയെന്നറിയില്ല. രാഷ്ട്രീയമായ ഒരു വിജയമായിരുന്നു നെതന്യാഹു അവിടെ ഉദ്ദേശിച്ചത് എങ്കിലും രാഷ്ട്രീയമായിട്ടും അവിടെ വൻ പരാജയമായിരുന്നു. ഇപ്പോൾ തന്നെ നെതന്യാഹുവിനെതിരെ ഇസ്രായേലിൽ ഇപ്പോഴും പ്രതിഷേധം വിരമ്പുകയാണ്. നെതന്യാഹു ഹമാസിന് മുന്നിൽ കീഴടങ്ങിയായിരുന്നു എന്നാണ് ആ സമരക്കാർ പറയുന്നത്. നെതന്യാഹുവിനെ വിശ്വസിക്കാൻ കൊള്ളില്ല എന്ന് തന്നെ പറയുന്നുണ്ട്. എന്നുവെച്ചാൽ ഈ യുദ്ധം ഇങ്ങനെ ആയിരുന്നെങ്കിൽ എത്രയോ ദിവസങ്ങൾക്ക് മുന്നേ, മാസങ്ങൾക്ക് മുന്നേ ഈ യുദ്ധം നിർത്താമായിരുന്നു. ഈ നെതന്യാഹുവിന് തന്നെ പല തവണ ഇത് പല അറബ് രാജ്യങ്ങളും പല പാശ്ചാത്യ രാജ്യങ്ങളും എല്ലാവരും ഈ യുദ്ധം നിർത്തണം, ഇതിനൊരു ഉടമ്പടി വെക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇസ്രായേലിനോട് പോയി നെതന്യാഹുവുമായിട്ട് സംസാരിക്കുമ്പോഴൊക്കെ നെതന്യാഹു ഇല്ല, ഞങ്ങൾ ഇതെല്ലാം തകർത്ത് തരിപ്പണമാക്കിയിട്ടേ മാറൂ എന്ന് പറഞ്ഞ് ഇസ്രായേലിലെ കുറെ പട്ടാളക്കാരെ കുരുതി കൊടുത്തു എന്നുള്ളതല്ലാതെ വേറെ ഒന്നും സാധിച്ചിട്ടില്ല. എല്ലാം തിരിച്ചടികൾ മാത്രമായിരുന്നു നെതന്യാഹുവിന് കിട്ടിയത്. ഇതിന്റെ ഫാക്ട് ഞാൻ പറയാൻ കാര്യം, ഇപ്പോഴും നല്ല തള്ളുന്നുണ്ട് ഈ മാധ്യമങ്ങൾ എന്ന് പറയുന്ന കുറെ ഓൺലൈൻ മാധ്യമങ്ങൾ. കുറെ പേരുണ്ടല്ലോ, അറിയാമല്ലോ, നമുക്ക് പ്രത്യേകം എടുത്തൊന്നും പറയണ്ട. അവരങ്ങ് തള്ളുന്നത് നെതന്യാഹു ഇപ്പോഴും തകർത്ത് കളയും എന്നുള്ള രീതിയിലാണ്. ഇപ്പൊ പോയാൽ അങ്ങ് തീർത്ത് കളയും എന്നുള്ള രീതിയിലാണ്. എന്ത് തീർത്തു? ഇപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ടത് 470 ദിവസം യുദ്ധം ചെയ്തിട്ട് എന്ത് തകർത്തു? അവിടുത്തെ കുറെ നേതാക്കന്മാരെ തട്ടുമ്പോൾ അടുത്ത നേതാവ് വരും. അടുത്ത നേതാവ് വന്നിട്ടും ആർക്കാണ് ഏറ്റവും കൂടുതൽ നഷ്ടം ഉണ്ടായത്? പലസ്തീനിൽ എപ്പോഴും ഉണ്ടാവുന്നതാണിത്. അവരുടെ ബിൽഡിങ്ങുകളും പാവം പിടിച്ച കുറെ ആൾക്കാരെയും വധിക്കുക എന്നുള്ളതല്ലാതെ ഡോളർ കണക്കിനാണ് ചെലവാക്കി ഇസ്രായേൽ ഈ യുദ്ധത്തിന് ഇറങ്ങിയത്. എന്നിട്ട് വലിയ വലിയ ബോംബുകളോ വലിയ വലിയ യുദ്ധോപകരണങ്ങളോ ഒന്നുമില്ലാത്ത ഒരു 40-45 കിലോമീറ്റർ ചുറ്റളവെന്നാണ് പറയുന്നത് ഈ പലസ്തീൻ എന്ന് പറയുന്നത്. ആ 45 കിലോമീറ്റർ ചുറ്റളവിൽ കിടക്കുന്ന ഒരു രാജ്യത്തെ അടിക്കാൻ അമേരിക്കയെ വിളിക്കുന്നു, ബ്രിട്ടനെ വിളിക്കുന്നു.
അവരൊക്കെ ഉണ്ടെങ്കിലേ ഞങ്ങൾക്കൊന്നും അടിക്കത്തുള്ളൂ എന്ന് പറഞ്ഞ് അവരുടെ കപ്പൽ വ്യൂഹം അത് ഇതെല്ലാം കൊണ്ടുവരുന്നു. ഇവിടെയാണെങ്കിൽ കല്ലും കുറച്ച് തോക്കും കുറച്ച് മിസൈലും ഒക്കെ വെച്ചിട്ടാണ് ആക്രമണം നടത്തിയത്. എന്നിട്ടും അവരുടെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ ഇസ്രായേലിന് കഴിയുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇസ്രായേൽ ഈ സഖ്യകക്ഷികളുടെ ഒന്നും പിന്തുണയില്ലാതെ ഒറ്റയ്ക്കൊരു നേരിട്ടൊരു യുദ്ധം നടത്തിയാലുള്ള അവസ്ഥ എന്താണ്? ഓക്കെ, ബോംബിങ്ങിലൊന്നും ആർക്കും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ആകാശത്തൂടെ വരുന്നു, കുറെ ബോംബ് എടുത്തിടുന്നു, കുറെ പാവം പിടിച്ചവരെ കൊല്ലുന്നു. അതിലൊന്നും ഒരു വിജയമോ അല്ലെങ്കിൽ അത് വലിയൊരു സംഭവമാക്കിയിട്ടൊക്കെയാണ് ഇവിടുത്തെ മാധ്യമങ്ങളൊക്കെ മാധ്യമങ്ങളൊക്കെ ചിത്രീകരിക്കാറ്. പക്ഷെ അങ്ങനെയല്ലല്ലോ ഒരു യുദ്ധം എന്ന് പറഞ്ഞാൽ. കരയുദ്ധമുണ്ട്, കരയുദ്ധത്തിലൂടെ അവർ ജയിക്കണം. കരയുദ്ധത്തിൽ ജയിക്കാൻ പറ്റുന്നില്ല. ഈ 45 കിലോമീറ്റർ ചുറ്റുള്ളിൽ കിടക്കുന്ന ഇവരെ എന്തുകൊണ്ട് വധിക്കാൻ സാധിക്കുന്നില്ല? അല്ലെങ്കിൽ അൽക്കസാം ബ്രിഗേഡിലുള്ളവർ എവിടെ നിൽക്കുന്നു? ഹമാസ് ആരാണെന്ന് പോലും അറിയാതെ മേളിൽ കൂടെ ബോംബിടുക, പോവുക. പക്ഷെ എല്ലാത്തിനും ശരിക്കുള്ള തിരിച്ചടി ഈ വട്ടം ഇസ്രായേലിന് കിട്ടിയെന്നുള്ളതാണ്. ഇസ്രായേൽ വൻപൻ പരാജയമായിരുന്നു. പരാജയം രുചിച്ചു എന്ന് തന്നെ പറയാം. ഇനി എന്തായാലും ഹമാസിനെയോ അല്ലെങ്കിൽ പലസ്തീൻ ജനതയോ ആക്രമിക്കണം എന്നുണ്ടെങ്കിൽ, പലസ്തീൻ എന്ന രാജ്യത്തെ ആക്രമിക്കണം എന്നുണ്ടെങ്കിൽ 3-4 പ്രാവശ്യം ചിന്തിച്ചു കഴിഞ്ഞ് മാത്രമേ ഇവർ ആക്രമിക്കാൻ ഏത് രാജ്യമാണെങ്കിലും ഇറങ്ങൂ എന്നുള്ളതാണ്. ഇതിനിടയ്ക്കാണ് കഴിഞ്ഞ ദിവസം സംഭവം ഉണ്ടായത്. ചെങ്കടലിൽ യഹൂദികളുമായിട്ട് യുദ്ധം ഉണ്ടായി. അവസാനം അമേരിക്ക വലിയ കപ്പലൊക്കെ കൊണ്ടിറക്കിയിട്ട് അവർക്കെതിരെ യുദ്ധം ചെയ്യാനൊക്കെ വന്നിരുന്നു. തിരിച്ചു ഓടേണ്ടി വന്നു, പിൻവാങ്ങേണ്ടി തന്നെ വന്നു. ഇതെല്ലാം അമേരിക്കയ്ക്കാണെങ്കിലും ഇസ്രായേലിനാണെങ്കിലും ബ്രിട്ടനാണെങ്കിലും ഇവരുടെ കൂടെ നിൽക്കുന്ന ഏത് സഖ്യകക്ഷികൾക്കാണെങ്കിലും ഇവരെല്ലാം ഒരുമിച്ച് നിന്നിട്ടും അവരുടെ പിന്തുണ ഉണ്ടായിട്ടും അവരുടെ ആയുധങ്ങൾ ഉണ്ടായിട്ട് പോലും 45 കിലോമീറ്റർ 50 കിലോമീറ്ററിനകത്ത് കിടക്കുന്ന ഈ ഒരു രാജ്യത്തെ, പലസ്തീൻ എന്ന് പറയുന്ന ഒരു രാജ്യത്തെ അല്ലെങ്കിൽ പലസ്തീനെ ഒന്ന് കീഴടക്കാൻ കഴിയാത്ത നെതന്യാഹുവും ഇസ്രായേലും ഒക്കെയാണ് ബാക്കിയുള്ള രാജ്യങ്ങളെ വെല്ലുവിളിക്കുന്നത്. നമുക്ക് ചിന്തിച്ചു കഴിഞ്ഞാൽ മനസ്സിലാകുന്ന ഒരേ ഒരു കാര്യമേ ഉള്ളൂ, ഇസ്രായേൽ ഈ യുദ്ധത്തിൽ പരാജയപ്പെട്ടു. വിജയിച്ചത് ഹമാസ് ആണ്. അതിനെ ഇനി ഏത് രീതിയിൽ ന്യായീകരിച്ചാലും ശരിക്കും ഈ യുദ്ധത്തിന് തുടങ്ങിയത് മുതൽ ഇന്ന് വരെയുള്ള കാര്യങ്ങൾ വിലയിരുത്തുന്ന ബുദ്ധിയുള്ള തലമണ്ടയിൽ എന്തെങ്കിലും ഉള്ള ആൾക്കാർക്ക് അത് തീർച്ചയായിട്ടും മനസ്സിലാവും. എന്തായാലും മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് കാണാം.